പുതിയ ഹോണ്ട യമഹ സ്കൂട്ടറിലുള്ള സൈലന്റ് സ്റ്റാർട്ട് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ ഹോണ്ട യമഹ സ്കൂട്ടറുകൾ സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒട്ടും സൗണ്ട് കേൾക്കുന്നില്ല എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പുതിയ ഷൈൻ എസ്പിയും ഈ ടൈപ്പ് സ്റ്റാർട്ടറുമായിട്ട് വരുന്നുണ്ട്. ഇനി കൂടുതൽ വണ്ടികൾ ഈ രീതിയിലാവും എന്ന് പ്രതീക്ഷിക്കാം. സൗണ്ട് ഉണ്ടാക്കാതെ സ്റ്റാർട്ട് ആകുന്ന ഈ ടെക്നോളജിക്ക് ACG സ്റ്റാർട്ടർ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റർ സ്റ്റാർട്ടർ എന്ന് ഹോണ്ടയും SMG സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ എന്ന് യമഹയും വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് നോക്കാം. സാധാരണ എഞ്ചിൻ സ്റ്റാർട്ടാക്കാൻ ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ടാവും. ഫ്ലൈ വീലുള്ള ഗിയർ വീലിൽ നേരിട്ടോ മറ്റൊരു ഗിയർ വീൽ വഴിയോ ആ മോട്ടർ പിടിച്ച് എഞ്ചിൻ കറക്കും. ബൈക്കിലും സ്കൂട്ടറിലൊക്കെ ഫ്ലൈ വീലിന് പിന്നിലുള്ള ഒരു ടൈപ്പ് ക്ലച്ചുള്ള ഗിയർ വീലിനെയാണ് സ്റ്റാർട്ടർ മോട്ടർ കറക്കുന്നത്. അത് പിടിക്കുന്നതും ഉരയുന്നതും പിന്നെ മോട്ടറിൻ്റെ തന്നെ ശബ്ദവും എല്ലാം കൂടിയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേൾക്കുന്നത്. പഴയ സ്കൂട്ടറുകളിൽ ഈ സൗണ്ട് കുറച്ചുകൂടി കൂടുതലായിരുന്നു. അപ്പോൾ ഒരു സ്റ്റാർട്ടർ മോട്ടർ ഗിയർ വീല് അല്ലെങ്കിൽ ഗിയർ വീലുകൾ വഴി ആണ് എഞ്ചിന് കറക്കി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ലാതെ വണ്ടിയിൽ കറണ്ട് ഉണ്ടാക്കുന്ന ജനറേറ്ററിനെ തന്നെ ബാറ്ററിയിൽ നിന്ന് അങ്ങോട്ട് കറണ്ട് കൊടുത്ത് മോട്ടറാക്കി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. ഡൈനാസ്റ്റാർട്ട് എന്നായിരുന്നു അതിൻ്റെ പേര്. റോയൽ എൻഫീൽഡിൻ്റെ ഹിസ്റ്ററി വീഡിയോയിൽ ഇന്ത്യൻ എൻഫീൽഡ് നിർമ്മിച്ചിരുന്ന ഒരു സ്കൂട്ടറിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു, ഫെൻഡാബുലസ്. അതിൽ ഈ ഡൈനാസ്റ്റാർട്ട് ഉണ്ടായിരുന്നു. ഇലക്ട്രിക് സ്റ്റാർട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ 2 വീലർ ആയിരുന്നു അത്. 1962 അന്ന് ജനറേറ്റർ ഇന്നത്തെ പോലെ AC ആയിരുന്നില്ല, DC ആയിരുന്നു. DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ എന്നാണ് അതിന് പറയുക. സൈക്കിളിലെ ഡൈനാമോ പഴയ ആൾക്കാർക്കറിയാം. DC ജനറേറ്ററിന് DC കറണ്ട് അങ്ങോട്ട് സപ്ലൈ ചെയ്ത് DC മോട്ടറാക്കി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യും. ഡൈനാമോ സ്റ്റാർട്ടർ എന്നതിൻ്റെ ഷോർട്ടാണ് ഡൈനാസ്റ്റാർട്ട്. പക്ഷേ ഇപ്പോൾ AC സപ്ലൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്ററാണ് വണ്ടികളിൽ ഉപയോഗിക്കുന്നത്. കൂടുതൽ എഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ് DCക്ക് പകരം AC ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. അതിനെ DC ആക്കി വണ്ടിയിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ജനറേറ്ററിന് അങ്ങോട്ട് സപ്ലൈ കൊടുത്ത് മോട്ടറാക്കാൻ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓൾട്ടർനേറ്ററിനെ AC സപ്ലൈ കൊടുത്ത് മോട്ടറായി യൂസ് ചെയ്യുമ്പോൾ പ്രധാന പ്രശ്നം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പവർ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ്. DC സപ്ലൈ കൊടുത്ത് AC മോട്ടോർ വർക്ക് ചെയ്യാൻ കഴിയില്ല. AC DC കറണ്ടുകളുടെ വ്യത്യാസവും മോട്ടോറുകളുടെ വർക്കിംഗും ഒക്കെ മനസ്സിലാക്കിയാലേ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. DC മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ കമ്മ്യൂട്ടേറ്ററും ബ്രഷും ഒക്കെ വേണം. പക്ഷേ ഇപ്പോൾ ഓൾട്ടർനേറ്ററിനെ DC മോട്ടോർ ആക്കാനുള്ളൊരു ഈസി വേ ഇലക്ട്രോണിക്സ് വളർന്നപ്പോൾ ഉണ്ട്. ബ്രഷും കമ്മ്യൂട്ടേറ്ററും ഇല്ലാതെ DC സപ്ലൈയിൽ വർക്ക് ചെയ്യിക്കാവുന്ന മോട്ടോർ. അതിന് ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് മോട്ടോർ അഥവാ BLDC മോട്ടോർ എന്ന് പറയും. അതാണ് ഹോണ്ടയുടെയും യമഹയുടെയും ഒക്കെ സ്കൂട്ടറുകളിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ പ്രത്യേക മോട്ടറല്ല, ഓൾട്ടർനേറ്ററിനെ തന്നെ ഒരു BLDC മോട്ടറാക്കി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രത്യേക ഒരു മോട്ടറും ഗിയർ വീലുകളും ഉരയാനും സൗണ്ട് ഉണ്ടാക്കാനും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊരു സൗണ്ടും ഉണ്ടാകുന്നില്ല. സംഗതി സൈലന്റ് ആയിട്ട് സ്റ്റാർട്ട് ആവും. അതൊക്കെ. പക്ഷേ എങ്ങനെയാണ് ഒരു AC ജനറേറ്റർ DC മോട്ടറായി മാറുന്നത്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ അറിയണം. അതിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും മുഴുവൻ കാണുകയാണെങ്കിൽ. അതെൻ്റെ ഗ്യാരണ്ടി. ആകർഷണവും വികർഷണവും അഥവാ അട്രാക്ഷനും റിപ്പൾഷനും എന്ന കാന്തങ്ങളുടെ 2 ബേസിക് ഗുണങ്ങൾ വെച്ചാണ് BLDC മോട്ടറും വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ എല്ലാ മോട്ടറുകളും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇതിലത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും. ഈ ഓൾട്ടർനേറ്റർ വെച്ചാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 6 കോയിലുകൾ അഥവാ ഇലക്ട്രോ മാഗ്നറ്റുകളുള്ള ഒരു ഓൾട്ടർനേറ്റർ. അതിന് ചുറ്റും കറങ്ങാനുള്ള ഫ്ലൈ വീലിന് 2 കാന്തങ്ങളും. അത് പെർമനന്റ് മാഗ്നറ്റുകളാണ്. കോയിലുകൾ ഇലക്ട്രോ മാഗ്നറ്റുകളാണ്, അതായത് കറണ്ട് കൊടുക്കുമ്പോൾ മാത്രം കാന്തമായി മാറുന്നത്. അതിൻ്റെ നോർത്തും സൗത്തും പോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയും എന്നത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഒരു വലിയ സൗകര്യമാണ്. കാന്തത്തിന് 2 പോളുകളുണ്ട് എന്നറിയാലോ, നോർത്തും സൗത്തും. സെയിം പോളുകൾ വികർഷിക്കും, ഓപ്പോസിറ്റ് പോളുകൾ ആകർഷിക്കും. അതായത് നോർത്തും തമ്മിലും സൗത്തും തമ്മിലും വികർഷിക്കും അഥവാ റിപ്പൽ ചെയ്യും, നോർത്തും സൗത്തും തമ്മിൽ ആകർഷിക്കുകയും ചെയ്യും. ഇവിടെ ഫ്ലൈ വീലിനെ ഇടത്തേക്ക്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് കറക്കണം. ഫ്ലൈ വീലിലെ മുകളിലുള്ള പെർമനന്റ് മാഗ്നറ്റിന്റെ കോയിലിന്റെ ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്ന ഭാഗത്ത് നോർത്ത് പോളും താഴെയുള്ള മാഗ്നറ്റിന്റെ അതേപോലെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് സൗത്ത് പോളുമാണ്. മുകളിലെ നോർത്ത് പോളിന്റെ ഇടതുഭാഗത്തുള്ള കോയിലിൽ കറണ്ട് കൊടുത്ത് അതിന്റെ മുകൾ ഭാഗത്ത് സൗത്ത് പോൾ ഉണ്ടാക്കിയാൽ അതും ഫ്ലൈ വീലിലെ നോർത്ത് പോളും തമ്മിൽ ആകർഷിച്ച് വീൽ അങ്ങോട്ട് കറങ്ങിയെത്തും. ഓപ്പോസിറ്റ് പോളുകളുടെ ആകർഷണം. അതുപോലെ തന്നെ താഴെയുള്ള സൗത്ത് പോളിന്റെ വലതുഭാഗത്തുള്ള കോയിലിനെ നോർത്ത് ആക്കിയാൽ അത് തമ്മിലും ആകർഷിക്കും. കറണ്ട് കടന്നു പോകുമ്പോൾ കോയിലിന്റെ 2 എൻഡിലും 2 പോൾസാണ് ഉണ്ടാവുക. ഫ്ലൈ വീലിന് ചേർന്ന് വരുന്ന ഭാഗത്ത് ഏത് പോൾ ഉണ്ടാവുന്നു എന്നതാണ് നമുക്കിവിടെ അറിയേണ്ടത്. അതുകൊണ്ടാണ് കോയിൽ മുഴുവൻ ഒറ്റ പോളായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. കോയിലിൻ്റെ മറുഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് പോളായിരിക്കും. ഒരു കോയിൽ മുഴുവൻ ഒറ്റ പോൾ വരുമോ എന്ന സംശയം ഒഴിവാക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫ്ലൈ വീൽ കറങ്ങി കോയിലിലെ ഓപ്പോസിറ്റ് പോൾസുമായിട്ട് അലൈൻ ആകും. ആ കറക്കം അവിടെ തീരും. അങ്ങനെ തീരാതെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ ആ അടുത്തെത്തിയ കോയിൽ ഓഫ് ചെയ്യുകയും അതിന് മുന്നിലുള്ള കോയിലിൽ നേരത്തെ പോലെ ഓപ്പോസിറ്റ് പോൾ ക്രിയേറ്റ് ചെയ്യുകയും വേണം. അതിനടുത്തെത്തുമ്പോൾ അത് ഓഫ് ചെയ്ത് അടുത്തത് ഓൺ ചെയ്യണം. അങ്ങനെ അതൊരു കണ്ടിന്യൂസ് കറക്കമാക്കാം. ഇവിടെ അട്രാക്ഷനിൽ മാത്രമാണ് ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പവർ കൂട്ടാനായിട്ട് പിന്നിൽ നിന്നൊരു തള്ളും കൂടി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മുന്നിൽ നിന്നുള്ള വലി മാത്രമല്ലേ ഉള്ളൂ. അതായത് ഫ്ലൈ വീൽ മാഗ്നറ്റിന് പിന്നിലുള്ള കോയിലിൽ അതിൻ്റെ സെയിം പോൾ ക്രിയേറ്റ് ചെയ്താൽ
അത് ഫ്ലൈവീൽ മാഗ്നറ്റിനെ വികർഷിക്കും, തള്ളി അകറ്റും, ഇരട്ടി പവറാവും. അതുപോലെ തന്നെ മറു സൈഡിലെ മാഗ്നറ്റിലും ചെയ്യണം. സൗത്ത് പോളിനെ തള്ളാനായിട്ട് അതിൻ്റെ പിന്നിലൊരു സൗത്തും വലിക്കാൻ മുന്നിലൊരു നോർത്തും, ഒരു പുഷ് ആൻഡ് പുൾ സിസ്റ്റം. ഫ്ലൈവീൽ മാഗ്നറ്റുകൾ ഓരോ കോയിലിൻ്റെയും അടുത്തെത്തുമ്പോൾ അത് ഓഫ് ചെയ്യുകയും അതിൻ്റെ പിന്നിലുള്ള കോയിലിൽ സെയിം പോൾ ക്രിയേറ്റ് ചെയ്യുകയും വേണം. ഇതാണ് BLDC മോട്ടറിൻ്റെ ബേസിക്സ്. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? ഫ്ലൈവീലിലെ മാഗ്നറ്റിനെ ആകർഷിക്കാൻ അതിൻ്റെ മുന്നിലൊരു ഓപ്പോസിറ്റ് പോളും അതിനെ തള്ളാനായിട്ട് അഥവാ റിപ്പൽ ചെയ്യാനായിട്ട് പിന്നിലൊരു സെയിം പോളും ഉണ്ടാക്കണം. അങ്ങനെ ഫ്ലൈവീലിനെ കറക്കാം. മാഗ്നറ്റ് മൂവ് ചെയ്യും തോറും അത് അലൈനാകുന്ന കോയിൽ ഓഫ് ചെയ്യുകയും പിന്നിലെ കോയിലിൽ സെയിം പോൾ ക്രിയേറ്റ് ചെയ്യുകയും വേണം. അങ്ങനെ ഒരു കണ്ടിന്യൂസ് കറക്കം ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ പോളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇനി ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അറിയണ്ടേ? ആ കൃത്യമായ ടൈമിങ്ങിലുള്ള ശരിയായ മാഗ്നറ്റിക് പോളുകൾ ഉണ്ടാക്കലും ഓഫാക്കലുമാണ് BLDC മോട്ടറിൻ്റെ വർക്കിങ്ങിൻ്റെ ട്രിക്ക്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഒരു കോയിലിൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിൽ കറണ്ട് കൊടുക്കുമ്പോൾ അതിൽ ഏത് സൈഡിൽ ഏത് മാഗ്നറ്റിക് പോൾ ഉണ്ടാവും എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനൊരു റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ മാറുമ്പോൾ നോർത്തും സൗത്തും സൈഡ് മാറും. ഇതിപ്പോൾ കോയിലിൻ്റെ ഈ എൻഡിൽ പോസിറ്റീവും മറ്റേ എൻഡിൽ നെഗറ്റീവും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പരമ്പരാഗതമായ വിശ്വാസം അനുസരിച്ച് കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നെഗറ്റീവിലേക്ക് ഒഴുകും. അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നതിനാണ് ആ ആരോസ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഒഴുകുന്നത്. പക്ഷേ കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒഴുകുന്നു എന്ന പരമ്പരാഗത വിശ്വാസത്തിൽ നിന്നാൽ മതി തൽക്കാലം. കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനിൽ വിരലുകൾ ഇങ്ങനെ എടുത്ത് കോയിലിനെ ചുറ്റിപ്പിടിക്കുന്ന രീതിയിൽ ചിന്തിച്ചാൽ ആ തമ്പുള്ള സൈഡിൽ നോർത്ത് പോളായിരിക്കും. അപ്പം മറു സൈഡിൽ സൗത്തും. കറണ്ട് ഡയറക്ഷൻ തിരിച്ചായാൽ ഇങ്ങനെ തിരിച്ചു പിടിക്കണം. ഇങ്ങനെ ആയാലും മതി. ഇതിൽ വിരലുകൾ പോയിന്റ് ചെയ്യുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ വലതുവശത്ത് നോർത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കോയിലിൽ കറണ്ട് കൊടുക്കുമ്പോൾ അതിൽ എവിടെ നോർത്ത് വരും എവിടെ സൗത്ത് വരും എന്ന് നോക്കാൻ ഇനി അറിയാമല്ലോ. എങ്കിൽ നമ്മുടെ BLDC മോട്ടറിൽ പോൾസ് മാറി മാറി വരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഈ 6 കോയിലുകളെ 2 വീതമുള്ള 3 പെയറുകളാക്കി അതിലേക്ക് 3 വയറുകൾ വഴി 3 കണക്ഷൻ കൊടുക്കും. A കണക്ഷൻ നമ്പർ 2 കോയിലിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കോയിലിലും കൊടുത്തിട്ടുണ്ട്, കോയിൽ നമ്പർ 5-ൽ. അപ്പോൾ അത് രണ്ടും സീരീസായി കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് 2 കണക്ഷൻസ് 4-ഉം 1-ഉം 6-ഉം 3-ഉം. പക്ഷേ രണ്ടാമത്തെ കോയിലുകളിൽ നിന്ന് പുറത്തേക്ക് കണക്ഷൻ എടുത്തിട്ടില്ല. അതായത് 1, 3, 5 കോയിലുകളിൽ നിന്ന്. അതെടുത്താലല്ലേ കണക്ഷൻ കംപ്ലീറ്റ് ആവും. ആ 3 കോയിലുകളുടെയും ഒരെൻഡ് എടുത്ത് തമ്മിൽ കണക്ട് ചെയ്യും. ഇപ്പോൾ കണക്ഷൻസ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും. സാരമില്ല, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വെയിറ്റ്. ഈ കോയിലുകളിൽ കറണ്ട് കൊടുത്ത് മാഗ്നറ്റിക് പോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് ഒരു ECU ആണ്. അതിന് ഈ ഫ്ലൈവീലിലെ മാഗ്നറ്റുകളുടെ പൊസിഷൻ ECUവിന് അറിയണം. എങ്കിലല്ലേ ഏത് കോയിലിൽ ഏത് പോൾ ക്രിയേറ്റ് ചെയ്യണം എന്നതിനറിയാൻ പറ്റും. അപ്പോൾ അതിന് 3 സെൻസറുകൾ 120 ഡിഗ്രി ആംഗിൾ ഇടവിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഹോൾ സെൻസർ എന്ന് പറയും. ABSന്റെ വീൽ സ്പീഡ് സെൻസറിന് സമാനമായ സംഗതിയാണ് ഇതും. ഈ ഹോൾ സെൻസറുകൾ ഫ്ലൈവീലിലെ ഈ നോർത്തും സൗത്തും പോളുകൾ എവിടെ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ എവിടെ എത്തി എന്ന് ECUവിനെ അറിയിച്ചുകൊണ്ടിരിക്കും. ECU അത് വച്ച് ഏതൊക്കെ കോയിലുകൾ ഇപ്പോൾ ഓൺ ചെയ്യണം, അതിലേതൊക്കെ പോളുകൾ ക്രിയേറ്റ് ചെയ്യണം, ഏതൊക്കെ ഓഫ് ചെയ്യണം എന്ന് തീരുമാനിക്കും. പക്ഷേ അതിലേക്കുള്ള കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സ്വിച്ചുകൾ വേണം. ട്രാൻസിസ്റ്റർ സ്വിച്ചുകളാണ് ഇതിനുപയോഗിക്കുന്നത്. ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് ലൈനിനെ 3 ലൈനുകളാക്കി തിരിച്ച് 6 ട്രാൻസിസ്റ്റർ സ്വിച്ചുകൾ കൊടുത്ത് ന്യൂട്രലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓൾട്ടർനേറ്റർ കം BLDC മോട്ടറിലേക്കുള്ള 3 കണക്ഷനുകൾ ആ 3 ലൈനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഈ പൊസിഷനിൽ നോർത്ത് പോൾ മാഗ്നറ്റിൻ്റെ സ്ഥാനം മുകളിലെ ഈ സെൻസർ ECUവിനെ അറിയിക്കും. ECU ഈ 4 കോയിലുകളെ ഓൺ ചെയ്യുന്നതിനുള്ള കണക്ഷൻ ഏതൊക്കെ ട്രാൻസിസ്റ്ററുകൾ ഓൺ ചെയ്താൽ കിട്ടും എന്ന് അതിൻ്റെ അൽഗോരിതം നോക്കിയിട്ട് അതിനെ ഓൺ ചെയ്യും. ഇവിടെ Cയിലൂടെ പോസിറ്റീവ് ലൈൻ കൊടുക്കണം, Aയിലൂടെ നെഗറ്റീവ് കണക്ഷനും കൊടുക്കണം. അപ്പോൾ ECU ട്രാൻസിസ്റ്റർ നമ്പർ 3-ഉം നമ്പർ 6-ഉം ഓൺ ചെയ്യും. അപ്പോൾ Cയിലൂടെ പോസിറ്റീവ് പോകും, തിരികെ Aയിലൂടെ നെഗറ്റീവ് വരികയും ചെയ്യും. അപ്പോൾ കോയിൽ നമ്പർ 6-ൽ കോയിൽ വൈൻഡ് ചെയ്തിരിക്കുന്ന രീതി വെച്ചും പോസിറ്റീവ് ലൈൻ ആയതുകൊണ്ടും കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡ് റൂൾ വെച്ച് കോയിലിൻ്റെ ഫ്ലൈവീൽ സൈഡിൽ നോർത്ത് പോൾ ഉണ്ടാവും. അതിൻ്റെ സീരീസായി കണക്ട് ചെയ്തിട്ടുള്ള കോയിൽ നമ്പർ 3-ലും സെയിം ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അതിൻ്റെ ഫ്ലൈവീൽ സൈഡിൽ സൗത്ത് പോൾ ഉണ്ടാവും. കണക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് Aയിലൂടെയാണ്. അപ്പോൾ 5-ഉം 2-ഉം കോയിലുകൾ കൂടി ഈ റൂട്ടിൽ ആക്ടിവേറ്റ് ആകും. ആ കറണ്ട് ഫ്ലോ ഡയറക്ഷൻ വെച്ച് പോൾ ഗസ് ചെയ്യാമോ? അടുത്തതും സെയിം ഡയറക്ഷനിൽ തന്നെയാണ്.
ഓക്കെ, അപ്പോൾ കണക്ഷൻ കംപ്ലീറ്റ് ആയി. 2 പെർമനന്റ് മാഗ്നറ്റുകൾക്കും മുമ്പിലും പിന്നിലുമുള്ള കോയിലുകൾ വേണ്ട പോലെ തന്നെ ആക്ടിവേറ്റ് ആയി. ഫ്ലൈ വീൽ ഇടത്തേക്ക് കറങ്ങുന്നു. ആ മാഗ്നറ്റുകൾ തൊട്ടടുത്ത ഓപ്പോസിറ്റ് പോലുള്ള കോയിലിനടുത്തെത്തുമ്പോൾ അടുത്ത ഒരു ഹോൾ സെൻസർ അത് സെൻസ് ചെയ്യും, ECUവിനെ അറിയിക്കും. ഇനിയിപ്പോൾ പിന്നിലുള്ള കോയിലുകൾ ആക്ടിവേറ്റ് ആക്കണം, അതും സെയിം പോളിൽ. അത് ലേറ്റ് ആയാൽ ഫ്ലൈ വീൽ സ്ലോ ആകും, കാരണം പുഷ് ചെയ്യാൻ ആളില്ല. മാത്രമല്ല ചേർന്ന് നിന്ന് ഒരാൾ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ കഴിഞ്ഞ് പോകാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ECU 6ാമത്തെ സ്വിച്ച് ഓഫ് ചെയ്ത് 5ാമത്തേത് ഓൺ ചെയ്യും. അപ്പോൾ ന്യൂട്രൽ ലൈൻ Aയിൽ നിന്ന് മാറി B വഴിയാവും. ചേർന്ന് നിൽക്കുന്ന 2 കോയിലും ഓഫാകും, പകരം 1, 4 വഴിയാവും കറണ്ട് ഫ്ലോ. നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടി അവിടെ നോർത്തും സൗത്ത് പോളിനെ തള്ളാൻ വേണ്ടി അവിടെ സൗത്ത് പോളും ഉണ്ടാവും. ഇത് യാദൃശ്ചികമല്ല, അങ്ങനെ പ്ലാൻ ചെയ്താണ് ഈ കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലൈ വീൽ വീണ്ടും കറങ്ങും. അടുത്ത സെൻസർ മാഗ്നറ്റിൻ്റെ സാമീപ്യം സെൻസ് ചെയ്ത് ECUവിനെ അറിയിക്കുമ്പോൾ ECU വീണ്ടും കണക്ഷൻ മാറ്റും. 3ാമത്തെ സ്വിച്ച് ഓഫ് ചെയ്ത് 1ാമത്തേത് ഓൺ ചെയ്യും. അപ്പോൾ മാഗ്നറ്റിന് ചേർന്ന് നിൽക്കുന്ന 3ഉം 6ഉം കോയിലുകൾ ഓഫ് ആവുകയും 2ഉം 5ഉം കോയിലുകൾ ഓൺ ആവുകയും ചെയ്യും. അതും ആ ഫ്ലൈവീൽ മാഗ്നറ്റുകളുടെ സെയിം പൊളാരിറ്റിയിൽ. വീണ്ടും ആ റിപ്പൾഷനും അട്രാക്ഷനും കൊണ്ട് അത് കറങ്ങുന്നു. 1ാമത്തെ സെൻസർ വീണ്ടും ECUവിന് ഒരു മാഗ്നറ്റ് അടുത്തെത്തി എന്ന് സിഗ്നൽ കൊടുക്കും. ECU 5 ഓഫ് ചെയ്ത് 4 ഓൺ ചെയ്യും. 1ഉം 4ഉം കോയിലുകൾ ഓഫാകും, 3ഉം 6ഉം കോയിലുകൾ ഓൺ ആകും. നേരത്തെ നോർത്ത് പോൾ മേലെ നിന്നപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ ഓപ്പോസിറ്റ് പോളുകളാണ് ഇപ്പോൾ സൗത്ത് പോൾ മേലെ വന്നപ്പോൾ ആ സെയിം കോയിലുകളിൽ. അപ്പോൾ C to A ആയിരുന്നു കറണ്ട് ഫ്ലോ, ഇപ്പോൾ A to C, നേരെ തിരിച്ചായി. അതുകൊണ്ട് പൊളാരിറ്റിയും തിരിഞ്ഞു. അടുത്ത് വീണ്ടും സെൻസറുകളും ട്രാൻസിസ്റ്ററുകളും മുഖേന ECU കണക്ഷൻ B to C ആക്കും, പിന്നെ B to A, പിന്നെ വീണ്ടും C to A. അങ്ങനെ ഒരു ഫുൾ റൊട്ടേഷനായി. വീണ്ടും ഇവരെല്ലാം ഇവരുടെ ജോലി തുടരും. ഇതിങ്ങനെ അങ്ങ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ആൾട്ടർനേറ്റർ കം BLDC മോട്ടോർ പ്രവർത്തിക്കും, എൻജിൻ സ്റ്റാർട്ട് ആവും. ശരിക്കുള്ള മോട്ടറിൽ 12ഓളം ഫ്ലൈവീൽ മാഗ്നറ്റുകളും 18ഓളം കോയിലുകളും ഉണ്ടാവും. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും അല്ലേ? പക്ഷേ എങ്കിലേ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇതിനാവും. അപ്പോൾ ഇതാണ് ACG സ്റ്റാർട്ടർ അല്ലെങ്കിൽ SMG സ്റ്റാർട്ടർ ഉള്ള വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. എൻജിൻ സ്റ്റാർട്ടായി കഴിയുമ്പോൾ ഈ BLDC മോട്ടർ ഒരു നോർമൽ 3 ഫേസ് ഓൾട്ടർനേറ്റർ പോലെ വർക്ക് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, റെക്ടിഫയറിലൂടെ AC DC ആക്കി ബാറ്ററി ചാർജ് ചെയ്യും. ബൈക്കിലെ റെക്ടിഫയർ എങ്ങനെയാണ് AC DC ആകുന്നതെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതറിയാത്തവർ അത് കാണുക. അപ്പോൾ BLDC മോട്ടറും സൈലന്റ് സ്റ്റാർട്ട് സിസ്റ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ വിടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.